അവന്റെ കയ്യിൽ കിട്ടി എനിക്ക് കത്തൊന്നുമില്ലേ? ഉണ്ടല്ലോ. രജിസ്റ്ററാ? രജിസ്റ്ററാ? അപ്പൊ ഒപ്പിടണ്ടേ? പിന്നെ പേന പേന മനസ്സിനെ വെളുത്തു മാറി. അയ്യോ, ഇതെനിക്കുള്ളതല്ല. മുകളിൽ സ്ത്രീകളുടെ വാർഡിൽ 4-ാം നമ്പർ സെല്ലിൽ കൊടുക്കാനുള്ളതാ. ഇതാ തന്നെ കൊണ്ടു കൊടുക്കണേ. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. പേനാ? ഡോക്ടറെ, ഡോക്ടർക്ക് ഒരു കത്തുണ്ട്. എനിക്കോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, താൻ പോസ്റ്റ് ഓഫീസിലെ ചെയ്യൂ, ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചോളാം. സിസ്റ്ററിന് ഒരു ലവ് ലെറ്റർ ഉണ്ട്. ഇതല്ല ഇതല്ല ഇതല്ല. ഓക്കെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഫൈൻ. സിസ്റ്റർ, രാവിലെ ഇയാളെ ജനറൽ വാർഡിലേക്ക് മാറ്റി. ഓക്കെ, താങ്ക് യു. പോസ്റ്റ് പോസ്റ്റ്. ഞാൻ യമുനയെ രക്ഷിക്കാൻ വന്നതാണ്. സെൽ നമ്പർ G11 പ്രഭാകരൻ. ഈ സെൽ നമ്പർ G11 കിടക്കുന്നത് ആരാ? കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റ് മാസ്റ്ററോട് പറഞ്ഞാൽ മതി. ഓരോ വീട് തോറും കയറി ഇറങ്ങി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യലല്ല എന്റെ പണി. എനിക്ക് ധാരാളം ഡീറ്റെയിൽസ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട്. അണ്ടർസ്റ്റാൻഡ്? എനിക്കൊരു കത്തുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങി വാ. ഈ തെങ്ങ് മുഴുവൻ കയറിയിട്ടേ ഞാൻ ഇറങ്ങുന്നുള്ളൂ. എന്നാ കത്ത് ഞാൻ തിരിച്ചയക്കും. നീ എങ്ങോട്ടെങ്കിലും അയക്കേ. നിന്നോടല്ലടാ ഇറങ്ങി വരാൻ പറഞ്ഞത്. ഇതൊരു ശല്യമായല്ലോ. നിന്റെ ഒടുക്കത്തെ ഒരു കത്ത് ഇന്ന് നിന്റെ പോസ്റ്റ് ഓഫീസ് ഞാൻ കത്തിക്കൂടാ. എന്താ പറ്റി പറഞ്ഞത്? നീ എന്റെ പോസ്റ്റ് ഓഫീസ് കത്തിക്കുന്നു. പോസ്റ്റ് ഓഫീസ് കത്തിക്കോടാ. എന്താ സംഘടന തെരഞ്ഞെടുപ്പ് നടക്കുന്നോടെ? സാറേ, ഇവൻ പറയുന്നു എന്റെ പോസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്ന്. മിണ്ടിപ്പോയി. ഗോപാലിന്റെ പോസ്റ്റ് ഓഫീസ് ഒരുത്തനും കത്തിക്കില്ല. ഞാനില്ല ഇവിടെ. സാറിന് ലെറ്റർ വല്ലതും വേണോ? എത്ര എണ്ണം വേണമെങ്കിലും ഞാൻ കൊണ്ടുതരാം. അത് ഞാൻ പോസ്റ്റ് ഓഫീസിൽ മേടിച്ചോളാം. ഗോപാലൻ വരട്ടെ സാറേ. പോസ്റ്റ് ഓഫീസ് കത്തിക്കുന്ന കാര്യം നീ അല്ലാതെ അവനോട് പറയൂ. അവൻ ഏറ്റവും ദേഷ്യമുള്ള വാക്കാണത്. കൊല്ലാൻ വരെ മടിക്കില്ല, അറിയോ? തേങ്ങ ഇവിടെ. അയ്യോ, എന്റെ തേങ്ങ ഇവിടെ. സാറേ, സാറ് ഒന്നും കണ്ടു പേടിക്കണ്ട. ഇതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നോളൂ. ആരുമായിട്ട് കൂടുതൽ അടുക്കാൻ നിൽക്കണ്ട. ഇന്ന് 5 മനക്കൽ അമ്പലത്തിലൊരു നാടകമുണ്ട്. ഞാനൊന്ന് മുങ്ങും. ഞാനാണ് പ്രധാന പ്രേക്ഷകൻ. ഇഞ്ചക്ഷനൊക്കെ ലീലാമ്മ സിസ്റ്റർ കൃത്യസമയത്ത് തന്നോളൂ. ഞാൻ പറ്റേ ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. പിന്നെ അതിനുശേഷം ഭ്രാന്തന്മാരുടെ ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല. മിസ്റ്റർ പോൾരാജ് എന്താ ഈ ഹോസ്പിറ്റലിൽ തന്നെ എപ്പോഴും ചുറ്റി നടക്കുന്നത്? അത് പിന്നെ ആദ്യത്തെ സംസാരവും പെരുമാറ്റവും കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എനിക്കും ഭ്രാന്തായിരിക്കും. നമ്മൾ നോർമൽ ആണെന്ന് കരുതുന്ന പലരും ഭ്രാന്തന്മാരായിരിക്കും. ഭ്രാന്തന്മാരാണെന്ന് കരുതുന്ന പലരും നോർമലും ആയിരിക്കും. ഇവരുടെ കൂടെ ഇങ്ങനെ കഴിഞ്ഞ് ബീനയ്ക്കും വട്ടായി പോകുന്ന എന്റെ പേടി. അല്ല, കർത്താവിന്റെ കൃപ കൊണ്ട് അങ്ങനെയൊന്നും ആവില്ല. എന്നാലും സിസ്റ്ററിന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലില് ട്രൈ ചെയ്തൂടെ? കിട്ടണ്ടേ? ഇത് എന്നെ എത്ര പേര് റെക്കമെൻഡേഷൻ കൊണ്ടാ കിട്ടിയെന്നറിയോ? അല്ല, എന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഞാൻ ബീനയ്ക്ക് ഒരു ജോലി ശരിയാക്കി തന്നാൽ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ?
ഞാൻ ധന്യനായി. ഈ പുത്തമ്പുരക്കൽ ദേവസി മകൻ രാമകൃഷ്ണൻ നായർ ആരാ? അയ്യോ ഞാനല്ല, നീയല്ലേ? ഞാനായിരിക്കും. എടാ വാമനാ, നീയല്ല നമ്മളെ വാമനെ ചവിട്ടിച്ചാത്തിയത്. നീ അല്ലേ? അന്നാലും നിന്നെ നമ്മള് ചവിട്ടിച്ചാത്തും. ഈ ഗേറ്റ് വിട്ട് ഒറ്റ ഒരുത്തനും പുറത്തു പോകരുത്. ഈ ഗേറ്റ് വിട്ട് പുറത്തു പോകൂല. ആ ഗേറ്റ് വിട്ട് എനിക്കൊരു എഴുത്ത് കൊടുക്കാവോ? എഴുത്തൊക്കെ ആവശ്യക്കാർ പോസ്റ്റ് ഓഫീസിലൊന്നും മേടിച്ചോളൂ. താമ്പോ ഹലോ. നീ ഇത് എവിടെ പോയി കിടക്കുക? എനിക്ക് നിന്നെ പോലെ രോഗമൊന്നുമില്ലല്ലോ. ഞാനൊരു സ്വതന്ത്ര പക്ഷിയാണ്. ഐ എം എ ഫ്രീ ബേർഡ്. പുതിയ ഷർട്ടും വേണ്ടോ? കൊള്ളാമോ? സത്യം പറ, നീ പിന്നെ എമ്മയുടെ അമ്മയുടെ ഒന്ന് പൈസ മേടിച്ചോ? നിന്റെ ബുദ്ധി അപാരം തന്നെ. വാങ്ങിച്ചു. അതെ, ഞാൻ എനിക്കൊരു 10 ജോഡി ഷർട്ടും പാന്റും വാങ്ങിച്ചു. നോക്കണ്ട, നിനക്കൊരു 2 ജോഡി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. നോക്ക്, ഡോക്ടറുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ പ്രധാന കമാൻഡറാക്കാൻ പോകുന്നത് ആ സിസ്റ്ററിനെയാണ്, സിസ്റ്റർ ബീന. നിനക്ക് ഒരു നേരത്തെ പരിചയമുണ്ടോ? പരിചയമായി. ഇപ്പൊ ചെറിയ ലൈനുമായി. ഇനി ആ വള്ളിയിൽ പിടിച്ച് ഞാൻ കയറും. ഈശ്വര, ഇവൻ ചെയ്യുന്ന എന്തെന്ന് ഇവൻ അറിയുന്നില്ല. ഈ തെണ്ടിയോട് പൊറുക്കണമേ. ഞാൻ ചെയ്തതെല്ലാം വേറൊരു തെണ്ടിയോട് ഏറ്റു പറഞ്ഞത് മാത്രമാണ് എന്റെ തെറ്റ്. ഈശോയെ, മതി, കോമഡി നിർത്ത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് രാത്രി നീ കാറുമായിട്ട് ഗേറ്റിന് പുറത്ത് വെയിറ്റ് ചെയ്യണം. മദ്രാസിലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കത്തോടും കൂടി യമുനയുടെ അമ്മച്ചി കൂടി കൂട്ടിക്കാം. കൃത്യം 12 മണിയാകുമ്പോൾ ഞാൻ യമുനയെ രക്ഷപ്പെടുത്തി ഗേറ്റിന് പുറത്തു വരാം. ആ ബീനയുടെ സഹായം കൂടി നമുക്ക് വേണ്ട, ആരുടെ സഹായവും വേണ്ട. ഓണത്തിനടയിൽ അവരൊരു പൂട്ട് വെച്ചോടും. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. മോർണിംഗ്. കൂട്ടുകാരൻ നോർമലായി വരുന്നുണ്ടല്ലോ. എന്നാലും ചില കാര്യങ്ങൾ ഒത്തു വന്നാലേ ഇവൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആവാൻ പറ്റൂ. അല്ല, എന്താ അത്? രോഗം പൂർണ്ണമായിട്ട് ഭേദമായാലല്ലേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും. ഞാൻ കാറിന്റെ അയ്യോ, യമുനയല്ലേ? ഞാനാണ് പോസ്റ്റ്മാൻ ഗോപാലിന്റെ അടുത്ത് കുറിപ്പ് കൊടുത്തയച്ചത്. സെൽ നമ്പർ G11 കിടക്കുന്ന പ്രഭാകരൻ. റിയലി? അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. യമുനയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഈ വേഷം കുട്ടി ഇതിനകത്ത് കിടക്കുന്നത്. ഇന്ന് രാത്രി നമുക്കിവിടുന്ന് രക്ഷപ്പെടണം. 12 മണി കഴിയുമ്പോ ഞാൻ വരും. റെഡി ആയിരിക്കണം. ഇപ്പൊ ഏതായാലും നോർമലായിട്ടുണ്ട്. ഇനി ഇഞ്ചക്ഷൻ കൊടുക്കണ്ട. പിൽസ് കണ്ടിന്യൂ ചെയ്യട്ടെ അല്ല ഡോക്ടർ? അത് മതി. ഞാൻ താഴെ ഉണ്ടാകാം. ഡോക്ടർ അങ്ങോട്ട് വരില്ലേ? ശരി വരാം. ഓക്കെ. തെങ്ങാണോ ആദ്യം വന്നത് അതോ തേങ്ങയാണോ ആദ്യം വന്നതെന്ന്? ആ തെങ്ങും തേങ്ങായൊക്കെ വരുന്നതിന് മുമ്പേ തെങ്ങോട് കൂടി ഒരു തേങ്ങായ വന്നത്. Stupid. ഓഹോ, നീ അത്രയ്ക്കായോ? നിന്നെന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. You bloody. ആ ലീലാമേ, ഈ പേഷ്യന്റിനെ വേഗം ഷോക്ക് റൂമിലേക്ക് കൊണ്ടുവരൂ. അറ്റൻഡൻസിന് വിളിക്ക്, വേഗം വേണം. താനെന്താണ് ഇവിടെ? ഇരുമ്പാണി തട്ടി മുളയാണി തീർത്ത് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലിന് 16 പൊൻപടം കൊടുത്തവൻ ചന്തു മാറ്റ ചുരിക ചോദിച്ചപ്പോ എന്താ? നിനക്ക് കത്തില്ല. ചേട്ടന്റെ പോസ്റ്റ് ഓഫീസിൽ ആരോ തീ വയ്ക്കുന്നു. അവന്മാരെ കത്തിക്കാൻ പോകുന്നു. ഇവന് കുറച്ച് കൂടുതലാ. ഒരു ഷോ കൊടുത്താലേ ശരിയാവുള്ളൂ. സൺ ഓഫ് ബിച്ച്. അവളെ പിടിച്ച് സെല്ലടക്കണോ? ഷോക്ക് റൂമിലേക്ക് കൊണ്ടുവരൂ. എനിക്ക് പ്രാർത്ഥിക്കാം. എനിക്ക്
ഇപ്പോഴും അറിഞ്ഞത് സാറേ. ബഹളമൊന്നും ഉണ്ടാക്കരുത് പ്രത്യേകം പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. അതെങ്ങനെയാ മനസ്സ് നിറയെ നാടകമല്ലേ? മലമ്പുഴയിൽ ഒരു കടം കഥ എന്ന നാടകത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ഓർമ്മ വന്നതായിരിക്കും അല്ലേ? കുഞ്ഞിരാമ, എനിക്കൊരു സഹായം ചെയ്തു തരൂ. എന്താ സാറേ? എന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ കുഞ്ഞിരാമന് കഴിയോ? അത് വേണ്ട സാറേ, അത് നാടകലോകത്തിനൊരു തീരാ നഷ്ടമായിരിക്കും. ശരിക്കും അസുഖം മാറിയിട്ട് സാറ് പോയാൽ മതി. എനിക്ക് യാതൊരു അസുഖമില്ല കുഞ്ഞിരാമ. ഞാൻ ഭ്രാന്തനായിട്ട് അഭിനയിക്കുക. ഈശ്വര, ഷോക്ക് കൊടുത്തപ്പോ അസുഖം കൂടിയോ? ഞാൻ പറയുന്നത് വിശ്വസിക്കും കുഞ്ഞിരാമ. ഞാൻ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാ. ഏത് കുട്ടിയെ? മുകളിൽ സ്ത്രീകളുടെ വാർഡിൽ 4-ാം നമ്പർ സെല്ലിൽ കിടക്കുന്ന യമുനെ. നല്ല കുട്ടിയാണല്ലേ. തലക്ക് സുഖമില്ലെങ്കിലും ആ കുട്ടിയെ കണ്ടപ്പോ മനസ്സ് നോർമലായല്ലേ. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാറ്, അത് നമ്മൾ കലാകാരന്മാർക്കുള്ള ഒരു വീക്ക്നെസ് ആണ്. സത്യമാണ്. എനിക്ക് ഭ്രാന്തില്ല. എനിക്ക് ഭ്രാന്തില്ല. സാറേ, വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. എന്തെങ്കിലും മരുന്നിന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉടനെ ഞാൻ തരാൻ പറയാം. അയ്യോ, അയ്യോ. എനിക്ക് ഭ്രാന്തില്ല. എനിക്ക് ഭ്രാന്തില്ല. എനിക്ക് ഭ്രാന്തില്ല. പ്രഭേ, എല്ലാം ഞാൻ അറിഞ്ഞു. കളി കാര്യമായ മട്ടാണല്ലോ പ്രഭേ. കാശും വേണ്ട, യമുനെ രക്ഷപ്പെടുത്തുന്നതിന്റെ ക്രെഡിറ്റും വേണ്ട. നമുക്ക് ഈ കളി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അത് ശരിയാവില്ല പോൾ. കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്ര നീക്കിയ സ്ഥിതിക്ക്. എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ. ചില പുതിയ കർമ്മ പരിപാടികളുടെ ഐഡിയ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. ഓപ്പറേഷന്റെ 2ാം ഘട്ടം നമ്മൾ ആരംഭിക്കുന്നു. ഓക്കെ ഓക്കേടാ? ഓക്കെ. എന്താ? ബീനയോട് ഒരു പ്രത്യേക കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനും സിസ്റ്ററും അല്ലാതെ വേറെ ആരും ഇത് അറിയാൻ പാടില്ല. അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ വെച്ച് പറയാതിരുന്നത്. കാര്യം പറയൂ. 11-ാം നമ്പർ സെല്ലിൽ കിടക്കുന്ന എന്റെ സുഹൃത്ത് പ്രശാന്തിന് യാതൊരു അസുഖവുമില്ല. ഇതെന്ത് പറ്റി? അവിടെ കിടന്ന് കറങ്ങി കറങ്ങി അസുഖം ശരിക്കും പിടിച്ചോ? അല്ലെങ്കിലും സത്യം പറയുന്നവനെ ഭ്രാന്തനാക്കുന്ന ചരിത്രമല്ലേ നമുക്കുള്ളത്. അയാൾക്ക് അസുഖം കൂടുതലാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ അതേ പറയൂ. എന്നാൽ ഞാൻ പറയുന്നു അവന് ഭ്രാന്തില്ല. അവനെ പോലെ തന്നെ ഭ്രാന്തില്ലാത്ത മറ്റൊരാൾ കൂടി അവിടെയുണ്ട്. 4-ാം നമ്പർ സെല്ലിൽ കിടക്കുന്ന യമുന. ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭ്രാന്തനായി അഭിനയിച്ച് അവൻ അവിടെ കഴിയുന്നത്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഭ്രാന്തില്ലാത്ത ആരെങ്കിലും ഭ്രാന്താശുപത്രി കിടക്കുവോ? അതിന് കാരണമുണ്ട്. എന്ത് കാരണം?